2023 കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ സുജിത് VS ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കോടതി മുഖേന പുറത്തു വന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളുമായി പോലീസുമായി ഉണ്ടായ വാക്കേറ്റം അത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. 4 പോലീസുകാർ ചേർന്ന് ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് സ്റ്റേഷന്റെ ഓഫീസ് റൂമിനുള്ളിൽ വെച്ചും പിന്നീട് പോലീസ് സ്റ്റേഷന് മുകളിൽ വെച്ചും പോലീസ് ക്രൂരമായ മർദ്ദനത്തിന് ഇടയാക്കിയതിനു ശേഷമാണ് സുജിത്തിനെ അന്ന് ലോക്കപ്പ് ചെയ്യുന്നത്. സുജിത്തിനെതിരെ അന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. മദ്യപിച്ച് ബഹളമുണ്ടാക്കി, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേസെടുത്തത്. ആ കേസ് പിന്നീട് കോടതിയിൽ നിന്ന് സുജിത്തിനെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. മർദ്ദനം നടത്തിയ പോലീസുകാരെ സ്ഥലം മാറ്റുന്ന നടപടിയും പിന്നീട് സ്വീകരിക്കുകയുണ്ടായി. സുജിത്ത് VS നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഈ 12 മണി മുതൽ സുജിത്ത് തന്റെ അനുഭവം നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സുജിത്ത്, അന്ന് ഈ മർദ്ദനമേറ്റതിന് ശേഷം സുജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. അതിൽ റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നോ? സുജിത്തിനെതിരെ പോലീസ് കേസെടുത്തല്ലോ, അതിൽ റിമാൻഡ് അടക്കമുള്ള നടപടികൾ ഉണ്ടായോ? കേസ് കള്ളക്കേസ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അപ്പൊ തന്നെ നമുക്ക് ജാമ്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് വൈകുന്നേരം തന്നെ ജാമ്യം കിട്ടി അല്ലേ? അതെ 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 അതെ. സുജിത്തിന് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നോ? അതെ, 4 ദിവസം മലങ്കര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഡ്രമ്മ് പൊട്ടിയുണ്ട്, പിന്നെ ശരീരത്തിൽ വേറെ പെയിനും ചതവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ മലങ്കര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. 4 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായി. ചെവിക്കേറ്റ പരിക്ക്, അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കേൾവി പ്രശ്നമോ മറ്റോ ഉണ്ടായോ? ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ചെറിയ ഒരു ക്ലിയർ കുറവും കേൾവിയുടെ ചെറിയൊരു പെർസെന്റേജ് കുറവുണ്ടായിരുന്നു. ഈ ആശുപത്രി റെക്കോർഡുകളൊക്കെ കോടതിയിൽ ഹാജരാക്കി അല്ലേ? അതെ 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 അതെ. ഈ കേസിന് പോകുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടല്ലോ, ആ സമയത്തെ പ്രതികരണം എങ്ങനെയായിരുന്നു? CCTV ഒരു കാരണവശാലും തരില്ല അങ്ങനൊരു തീരുമാനമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അത് ഏപ്രിൽ മാസം 20-ാം തീയതിക്ക് ശേഷം സ്റ്റേറ്റ് കംപ്ലീറ്റ് CCTV ദൃശ്യങ്ങള് ഡിലീറ്റായി പോയി തന്നെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഓരോ വിവരാവകാശം വെക്കുമ്പോഴും. അതിന് പ്രസവം ചെയ്ത് എടുക്കാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. പരമാവധി ആ ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കിട്ടുമെന്ന് വിചാരിച്ചിരുന്നോ? കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഏതറ്റവരും ഞങ്ങള് പോരാടണമെന്ന് ഞങ്ങളെ പ്രവർത്തകരായിട്ടുള്ള ലീഡർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് ഒരു വിജയമായിട്ട് ഇപ്പോ കാണുന്നു. അന്ന് ഇപ്പോ അനിലക്കരയൊക്കെ പറയുന്നുണ്ടായിരുന്നു സുജിത്തിന് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമ നടപടികളും ഒക്കെ ആയി മുന്നോട്ട് പോയ സംഭവങ്ങളൊക്കെ. അന്ന് ഈ നേതാക്കളൊക്കെ അതിൽ ഇടപെട്ടോ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അനിലക്കര പൂർണ്ണമായിട്ടും ശക്തമായിട്ട് പിന്തുണ ഉണ്ടായിരുന്ന നേതാവാണ്. ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. സുജിത്ത്, സാധാരണഗതിയിൽ ഇപ്പോ 2023 എന്ന് പറയുമ്പോഴും ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ സജീവമായ കാലം തന്നെയാണ്. ഇങ്ങനെ ഒരു വാർത്ത എന്തുകൊണ്ടാണ് കേരളം അറിയാതെ പോയത്? നല്ല രീതിയിൽ വാർത്തയായിട്ടുണ്ടായിരുന്നു. പോലീസുകാർക്കെതിരെ കേസെടുത്തിട്ടുള്ള നടപടി അതൊക്കെ വാർത്തയായിട്ടുള്ളതാണ്. ശരി, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരാതിരുന്നതായിരിക്കും. എന്നാൽ പോലും പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇപ്പോൾ ഇത് കൂടുതൽ ചർച്ചയാവുന്നത് അല്ലേ? ശരി, ശരിയാണ് സുജിത്ത്. ഇപ്പോ ഒരു പോലീസ് മർദ്ദനമുണ്ടായി, ഒരു ലോക്കപ്പ് മർദ്ദനമുണ്ടായി എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഏറ്റവും എക്സ്ട്രീം സംഭവിക്കുമ്പോഴാണ് വലിയ വാർത്തകളാവുന്നത്. ഇങ്ങനെ എത്ര പേർ ഇതിനൊക്കെ ഇരയായിട്ടുണ്ടാകും അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഒരുപാട് പേര് കുന്നോളത്ത് തന്നെ ഒരുപാട് കേസുകൾ നമുക്ക് നമ്മുടെ അറിവിലുണ്ടായിട്ടുണ്ട്. ഉണ്ടാവരുതെന്നാണ് നമ്മുടെ ഒരു താല്പര്യം. സുജിത്ത്, ഈ ഓഫീസ് മുറിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനു മുൻപാണോ ഈ ചെവി ചേർത്ത് മർദ്ദനം ഉണ്ടാവുന്നത്? ആദ്യത്തെ അടി അടിച്ചത് ചവിടിനെയാണ് അടിച്ചത്. വണ്ടിയിൽ വെച്ച് മർദ്ദിച്ചതിന്റെ കാര്യമാണോ പറഞ്ഞത്? എന്താ? വണ്ടിയിൽ വെച്ച് മർദ്ദിച്ചതിന്റെ കാര്യമാണോ പറഞ്ഞത്? വണ്ടിയിൽ വെച്ചിട്ട് സ്റ്റേഷനിലേക്ക് എത്തണായിട്ട് ഒരു 100 മീറ്റർ മുന്നേ സജീവൻ എന്നുള്ള സാറ് വന്നിട്ട് ബാക്ക് ഡോർ തുറന്നിട്ടാണ് എന്റെ തലയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് സന്ദീപ് സാറ് സ്റ്റേഷനിലേക്ക് കൊണ്ടു കയറ്റനോട് കൂടിയിട്ട്
ചെവിടിന് അടിച്ചിട്ടുള്ളത്. CCTV ദൃശ്യത്തിൽ വ്യക്തമാണ്. സുജിത്തിന് പേടിയാവുന്നുണ്ടായിരുന്നു? അതായത് വാഹനത്തിൽ വെച്ച് മർദ്ദിക്കുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് ഇറക്കുമ്പോൾ മർദ്ദിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയാൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകും എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നോ? ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അതിങ്ങനെ ഒരു വിഷയാവുന്നുള്ള ഒരു ധാരണയില്ല. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കോൺഗ്രസിന്റെ പൊതുപ്രവർത്തനമായതുകൊണ്ട് നമ്മളെ ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ളത്. വലിയൊരു വാക്കുകാരൊന്നും ഉണ്ടായിട്ടില്ല. തല്ലി തുടങ്ങുമ്പോൾ എന്തായാലും രാത്രിയാണ്, പോലീസുകാർ മാത്രമുള്ള ഇടമാണ്, എന്തായാലും തല്ല് കിട്ടും എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നോ? എന്താ ഇവര് വാഹനത്തിൽ വെച്ചും ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചും ഒക്കെ മർദ്ദിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതിനൊരു തുടർച്ചയുണ്ടാകും, പോലീസ് സ്റ്റേഷനിൽ വെച്ച് വലിയ മർദ്ദനം ഉണ്ടാകുമെന്ന് പേടിച്ചോ ആ സമയത്ത്? എനിക്ക് ഉണ്ടാവും, ഞാൻ അങ്ങനെ എത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒട്ടും. നല്ല രീതിയിൽ അവര് കൈകാര്യം ചെയ്തു. ശരി സുജിത്ത്, ഞാൻ സുജിത്തിലേക്ക് തിരികെ വരാം. പോലീസിന്റെ ക്രൂരമുഖം വെളിവാകുന്ന ദൃശ്യങ്ങളാണ്. MS ലിഷോ വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോ, ഈ പോലീസുകാർ നിലവിൽ എവിടെയാണുള്ളത്? അവർക്ക് ട്രാൻസ്ഫർ ശിക്ഷ നടപടി എന്ന നിലയിൽ നൽകിയിരുന്നു എന്നുള്ളതാണ് സുജിത്ത് പറയുന്നത്. അതായത് ഇവർക്ക് ലോ ആൻഡ് ഓർഡറിൽ തന്നെയാണ് ഇപ്പോഴും ചുമതലയുള്ളത്. അതായത് നിയമപരിപാലനവും ഈ ആളുകളുമായി നിരന്തര സമ്പർക്കം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റേഷൻ ഡ്യൂട്ടി തന്നെയാണ് ഉള്ളത്. ഇവരെല്ലാവരും തന്നെ പല സ്റ്റേഷനുകളിലാക്കി അന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് ഒഴിച്ച് മറ്റൊരു തരത്തിലുള്ള നടപടിയും ഇവർക്കെതിരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഒരുപാട് തരത്തിലുള്ള കസ്റ്റഡി മർദ്ദനങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഒന്നും ഇരകൾക്ക് ഒരിക്കലും നീതി കിട്ടിയിട്ടില്ല. പലപ്പോഴും പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയിൽ പരാതി നൽകി വർഷങ്ങളോളം ഇത്തരത്തിൽ നിയമ പോരാട്ടം നടത്തിയൊക്കെ തന്നെയാണ് പലർക്കും നീതി ലഭിക്കുന്നത്. പക്ഷേ അപ്പോഴും അത്രത്തോളം ഈ ക്രൂരത ചെയ്ത പോലീസുകാർക്കൊന്നും തന്നെ വേണ്ട വിധത്തിലുള്ള, അല്ലെങ്കിൽ അവർ അനുഭവിച്ച അത്രയ്ക്കും തന്നെ ഉള്ള യാതൊരു തരത്തിലുള്ള ഒരു നീതിയും ഇത്തരത്തിൽ ഈ പോലീസുകാർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാറില്ല പലപ്പോഴും എന്നുള്ളതാണ്. പലപ്പോഴും കോടതി വിധികൾ പോലും ഉണ്ടെങ്കിൽ പോലും ഒരു തരത്തിൽ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലായാൽ പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു അന്വേഷണം, അത് അന്ന് ഈ ഒരു പരാതിയൊക്കെ തന്നെ ഉയർന്ന് പിന്നീട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയ ഒരു സാഹചര്യത്തിൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മാത്രമാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്ന് ACP ആയിരുന്ന സേതു ആണ് ഇത്തരത്തിൽ KC സേതു, അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് ഈ പോലീസുകാർക്കെതിരായി ഉള്ളത്. ഇവർ ഇത്തരത്തിൽ ക്രൂരമർദ്ദനം നടത്തി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എന്നുള്ള തരത്തിൽ ഒരു റിപ്പോർട്ട് അന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് KC സേതു ACP നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ഒരു സ്ഥലം മാറ്റം മാത്രം നടത്തിയിട്ടുള്ളത്. പക്ഷേ അതല്ലാതെ യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കേരള ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു കോടതി നേരിട്ട് കേസെടുക്കുന്ന സംഭവം, പോലീസുകാർക്കെതിരെ നേരിട്ട് കേസെടുക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു സംശയമാണ്. കാരണം അത്തരത്തിലുള്ള ഒരു കോടതിയുടെ നടപടി പോലും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായ ഒരു നിയമ പോരാട്ടത്തിലാണ് സുജിത്തിന് ഇത്തരത്തിൽ ഈ ഒരു കേസിൽ ഇത്രത്തോളമെങ്കിലും മുന്നോട്ട് പോകാൻ സാധിച്ചത്. കഴിഞ്ഞ ഈ ഒരു സംഭവം നടന്നത് മുതൽ തന്നെ ഈ CCTV ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ അന്നൊന്നും തന്നെ പോലീസ് നൽകാനായി കൂട്ടാക്കിയില്ല. ഒടുവിൽ കേരളം കാണരുത് എന്ന, ജനം കാണരുത് എന്ന നിർബന്ധ ബുദ്ധി സംവിധാനത്തിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സുജിത്തും നേരത്തെ കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയും ഒക്കെ പറയുന്നത്. കാരണം ഇതെങ്ങനെ കാണിക്കും? ഈ ദൃശ്യങ്ങൾ ജനം കണ്ടാൽ ഇതാണോ നിയമനിർവഹണം, നീതി നിർവഹണം എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരുമല്ലോ.